ആയുസ് നൽകി, ആരോഗ്യം നൽകി, നല്ല ആഫിയത്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാനുള്ളതാകുന്ന കൂവത്തുണ്ട്. എത്രയോ സഹോദരങ്ങളുണ്ട് അംഗവൈകല്യമുള്ളവർ പള്ളിയിൽ വരണമെന്ന് ആശിക്കുന്നുണ്ട്. പക്ഷെ ഒരാളുടെ സഹായമില്ലാതെ, അവർ മറ്റൊരാളുടെ പരിസഹായമില്ലാതെ വരാൻ പറ്റാത്തവർ. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ശരീരത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. വല്ലാത്തർത്ഥമാണ്, വല്ലാത്തർത്ഥമാണ്. വിജയത്തിലേക്ക് വരൂ എന്നാണ് വിളിക്കുന്നത്. വിജയത്തിലേക്ക് വരൂ. നമ്മളപ്പോ ഇത് കേൾക്കുമ്പോൾ വരാതെ നിന്നാൽ നാശത്തിലേക്കുള്ള പോക്കാണ്. അല്ലാഹു ആക്കട്ടെ. അന്ധനായ ഒരു സഹാബി വരെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ് ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് അഫഉസല്ലി ഫീ ബൈതി യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യനാണ് ഞാൻ. എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും എനിക്ക് തുണയില്ല നബിയേ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിക്കട്ടെയോ? നമസ്കരിക്കാതിരിക്കൂല, പക്ഷെ വീട്ടിലായിരിക്കും നിസ്കരിക്കുക. കാരണം പള്ളിയിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കണ്ണ് കാണൂല, ഒരാളും എന്നെ സഹായിക്കാനില്ല. പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളും ഇല്ല. അതുകൊണ്ട് നബി എനിക്കൊന്ന് ഇളവ് നൽകണം, വീട്ടിൽ നിസ്കരിച്ചോളാം, ഞാൻ ജമാഅത്തിന് വരാൻ എനിക്ക് പ്രയാസം. സ്വഹാബി തങ്ങൾ അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. ശരി, വീട്ടിൽ നിസ്കരിച്ചാൽ. കാരണം എന്താ കാരണം? നീ അന്ധനാണ്, സുഖമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ നിസ്കരിക്കണം കേട്ടോ, വീട്ടിൽ തന്നെ. ഓക്കെ, അദ്ദേഹം കൊണ്ട് തിരിഞ്ഞു. രണ്ടടി പുറകോട്ടങ്ങോട്ട് നടന്നപ്പോ തങ്ങൾ ആ സഹാബി വര്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തസ്മഉൻ നിദാ, ഹൽ തസ്മഉൻ നിദാ, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ശ്രവണ സുന്ദരമായ പാങ്കൊലി നിന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുന്നുണ്ടോ? നിനക്ക് ബാങ്ക് വിളി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫഖാല സ്വഹാബി, ആ സ്വഹാബി വരെ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കും നബിയേ. എന്റെ കാതിന് കുഴപ്പമില്ല നബിയേ, എന്റെ കണ്ണിനാണ് പ്രശ്നം യാ റസൂലല്ലാഹ്. കാതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ പള്ളിയിലോട്ട് വരാൻ എനിക്ക് ഊടുവഴികളിലൂടെ വരാൻ വല്ലാത്ത പ്രയാസം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു അത്രേ, ഫാജിബിൽ സലാ, ഫാജിബിൽ സലാ. ബാങ്ക് നിനക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരു ഇളവും നിനക്കില്ല, ഒരു ഇളവുമില്ല. നീ കൃത്യമായി ജമാഅത്തിന് വരണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണ് കാണാത്ത അന്ധനായ സാബിവര്യനോട് പോലും പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനം ഇതാണെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന പൈക്കമ്മണവാട്ടിയുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ഈ ബേബിയുടെ ചാരത്ത് കിടന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്കുറങ്ങാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാല് ഭർത്താവിനോടൊപ്പം ശയ്യവലംബിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ചാടി എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, റബ്ബിനെ പേടിക്കണേ, മരണത്തെ ഭയക്കണേ. മരണത്തിന് മുമ്പ് തന്നെ നമുക്ക് റബ്ബിലേക്ക് മടങ്ങണ്ടയോ? തൗബ ചെയ്തുകൊണ്ട് പൊരുത്തപ്പെടിക്കണ്ടയോ? അല്ലാഹുവേ അല്ലാഹ്, ഒരുപാട് നമസ്കാരങ്ങൾ, ഒരുപാട് നോമ്പുകൾ ഞങ്ങൾക്ക് ഫൗത്തായി പോയിട്ടുണ്ട് റബ്ബേ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളത് വീട്ടാം അല്ലാഹ്. നീ ഞങ്ങളെ തൊട്ട് പൊരുത്തപ്പെടണേ അല്ലാഹ്, നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ഹബീബായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ അടുക്കലേക്ക് മലക്ക് വന്നുകൊണ്ട് ആദ്യമായി ചോദിക്കുന്നത് നിന്റെ ആരോഗ്യത്തെ പറ്റിയാ. ഐന ബദനുകൽ ഖവി, ഒരുപാട് ആരോഗ്യമുള്ളവനായിരുന്നല്ലയോ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നില്ലയോ, ദുനിയാവിൽ നീ കുൻഫു മാസ്റ്റർ ആയിരുന്നില്ലയോ, കരാട്ട മാസ്റ്റർ ആയിരുന്നില്ലയോ, ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ, ഇന്ന് നിനക്ക് അനങ്ങാൻ പറ്റാത്തതെന്താണ്? ഡോക്ടർ വന്നുകൊണ്ട് പറയുകയാണ്, കയ്യെന്നുയർത്തണേ, കാലെന്ന് ചരിക്കണേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ് കഴിയുന്നില്ല നിനക്ക്. ദുനിയാവിൽ നീ കൈകാലുകൾ കൊണ്ട് പലരെയും നീ അടിച്ചവനാണ്, സമൂഹ മധ്യത്തിൽ താറടിച്ചവനാണ്, പലരെ കുറിച്ചും നീ കമന്റുകൾ രേഖപ്പെടുത്തിയവനാണ്, പലരെയും നീ അടിച്ചു നിരത്തിയവനാണ്, പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറിയവനാണ്, പലരെയും നീ തല്ലിച്ചതച്ചവനാണ്, പലരെയും നീ കൊന്നിട്ടുള്ളവനാണ്, പല അക്രമങ്ങൾക്കും നീ കൂട്ടുനിന്നവനാണ്. പക്ഷേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ കൈകാലുകളെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ സാധിക്കൂലെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറുപടി പറയാൻ വല്ലതും വേണ്ടേ? അക്ഷരവും പറയാനില്ല. തൊണ്ടക്കുഴിയിൽ ആത്മാവത്ത് നിൽക്കണം. മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ മലക്കിനെ ചോദിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനെ നമ്മളിപ്പോ പറഞ്ഞത് ആരോഗ്യത്തെ പറ്റി ചോദിക്കും. നബിയുനാ റസൂലുള്ളാഹി, നിന്റെ ആരോഗ്യം എവിടെടാ? നിന്റെ ആരോഗ്യത്തിൽ നീ ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനല്ലായിരുന്നോ? ഓരോരുത്തരും ഇന്ന് പോയി ത്രാസിൽ നിന്നാൽ 70, 90, 50 കിലോ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ടുന്ന വെയിറ്റിനേക്കാൾ 10 കിലോ കുറയാതുണ്ട്. ശരിയല്ലേ? എല്ലാരും പറയും വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. കാരണം എന്താണ്? ഓരോരുത്തർക്കും ഏജ് അനുസരിച്ചുള്ള വെയിറ്റ് അല്ല, അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. നല്ലതുപോലെ റാഹത്തായിട്ട് അടക്കാൻ അള്ളാഹു നമുക്ക് വശനതയിൽ വിശാലത നൽകുമാറാവട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതാ വക്കാത്തിയ സൂറത്ത് ദായിമാക്കണം. ഇന്നുള്ള നിയമത്തൊക്കെ പെട്ടെന്ന് നീങ്ങാം. പടച്ചോന്റെ കയ്യിലാണ് കാര്യം. അതുകൊണ്ട് ഇതാ വക്കാത്തിയ സൂറത്ത് മുടങ്ങാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങൾ അധികരിച്ച വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെൺമക്കള് ധാരാളം പെൺമക്കളുള്ള അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാതിൽ പറഞ്ഞു കൊടുത്തുട, നീ ഓതേണ്ടത് ഏതാണ്? സൂറത്തുൽ വാഖിയാണ്. നീ മാത്രമല്ല നിന്റെ പെൺമക്കളെയും പഠിപ്പിക്കണം. ആര് പറയാണ്? നബിയുനാ റസൂലുള്ളാഹി. അദ്ദേഹം വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു, പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാ പെൺകുട്ടികളും ഓതാൻ തുടങ്ങി. നിത്യോതും ഒരൊറ്റ ദിവസം മുടങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, നീ പേടിക്കണ്ട. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ശേഷം 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സ്വർണത്തിന്റെ കിഴി എടുത്തിട്ട് അദ്ദേഹം കൊടുത്തയച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് വേണ്ട. എന്താ കാര്യം? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ എന്നാണ് അതിന്റെ പേര്. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്കും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ നമുക്ക് പേടിയില്ല, ഒരു പേടിയില്ല. നിങ്ങളിത് തിരിച്ചു കൊണ്ടേക്കും. നമ്മളാണെങ്കിലോ കോടികൾ ആസ്തി ഉണ്ടെങ്കിലും ആരെങ്കിലും 10 രൂപ എവിടുന്നെങ്കിലും തന്നു കഴിഞ്ഞാൽ അപ്പം എടുത്തോണ്ട്. ഇപ്പൊ കക്കുന്ന ഏതൊക്കെ മോഡലാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കണ്ട്, ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു പാക്കറ്റ് സ്വർണം വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാകുന്ന ഒരു കുടുംബം. ഒരാളേ ഉള്ളൂ. അയാൾ നേരെ സാധനം എടുത്തു വണ്ടിക്കകത്ത് കയറി പുറയിലത്തെ സീറ്റിലോട്ട് വെച്ചു, ഡോറങ്ങോട്ട് അടച്ചു. ഒറ്റയ്ക്കല്ലല്ലോ കക്കാൻ വരുന്നത്, പല രീതിക്കാണ് കക്കാൻ വരുന്നത്. ജ്വല്ലറിയുടെ വാതിക്കലുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞതാണ്. ഇടത് ഭാഗത്തൂടെ പോകുന്ന ഒരാൾ, അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന ഒരാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കടിക്കുക, ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇവിടുന്ന് ഡോർ തുറന്നിട്ട് എന്താണെന്ന് വെളിയിൽ ഇറങ്ങി, നിങ്ങളുടെ പൈസ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവാണ്. ധാരാളം സംഭവം പറഞ്ഞിട്ട് പോകുന്നതാണ്, കള്ളനാണ്.
അപ്പൊ ഇയാൾ ഇതിലേക്കൂടെ പതുക്കെ ചെന്ന് അപ്പുറത്തൂടെ പോയിട്ട് പൈസ എടുക്കാനായിട്ട് അവിടെ ചെന്ന് ഈ പൈസ കുരിഞ്ഞെടുക്കും. 100 രൂപ എടുത്തിട്ട് ഇയാൾ വരുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തോട് ഒരുത്തം വന്നിട്ട് ബാക്കിൽ ഡോർ പറഞ്ഞിട്ട് ഇയാളുടെ 25-30 പവൻ കാര്യമായിട്ട് വെച്ചിരിക്കാം. 100 രൂപ ഹേവൻ അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ 25 പവനും കൊണ്ടങ്ങ് പോയി. ഇയാൾ വന്നിട്ട് വലിയ ശരി വണ്ടി കയറി ഒന്നും നടന്നിട്ടില്ല, അയാൾ ശ്രദ്ധിക്കുന്നില്ല. കാറ് നേരെ സ്റ്റാർട്ടാക്കി മൂപ്പര് വീട്ടിലെത്തി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സ്വർണ്ണം ഇല്ല, റോക്കറ്റ് കയറി. അല്ല, കള്ളന്മാരുടെ അവസ്ഥ ഞാൻ പറയാം. എത്ര ഇപ്പൊ കൂട്ടമായിട്ട് ഇറങ്ങണം, ഒരാളല്ല ഇറങ്ങുന്നത്. റോബറി, കവർച്ച ഭയങ്കര സംഭവമാണ്. ഒരാളായിട്ട് കള്ളന്മാരാണെങ്കിൽ ഓക്കെ, ഇത് ഒന്നിലധികം ആളുകൾ നമ്മൾ ഒരാൾ കൊണ്ട് വന്നിട്ട് ഇതാ നിങ്ങളുടെ പൈസ എന്ന് പറയും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ എന്റെ പോക്കറ്റിൽ നിന്ന് വല്ലതും പറഞ്ഞതെന്ന് കരുതി നമ്മൾ അത് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് പേഴ്സ് അടിച്ചുകൊണ്ട് പോവുക, അല്ലെ പോക്കറ്റിൽ കഴിഞ്ഞിട്ട് വല്ലതും എടുത്തോണ്ട് പോവുക. ശ്രദ്ധ തിരിച്ചു കളയുക. ഇതാണ് കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ സമയത്ത് കാവൽ റബ്ബല്ലാതെ വേറെ ഒരാളും ഇല്ല. എത്ര സെക്യൂരിറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സെക്യൂരിറ്റി ഉള്ള ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോയത്. അസ്രായേലിന് മുന്നിൽ വല്ല കാവലും ഉണ്ടായിട്ട് കാര്യം. സെക്യൂരിറ്റിക്കാർ 100 നിന്നിട്ട് കാര്യമുണ്ടോ? അസ്രായേൽ കയറി പോയി. അള്ളാഹു കാക്കണ്ടേ? റബ്ബല്ലേ നമുക്ക് കാവല്. ആ പടച്ച റബ്ബ് കാവലങ്ങ് പിൻവലിച്ച പോയില്ലേ, വലിയ വിഷയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇദാവക്കത്തെ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മക്കൾ അവരെ ഓതാൻ തുടങ്ങി. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം കൊടുത്തയച്ച ഒരു സ്വർണത്തിന്റെ കിഴി അദ്ദേഹം നിരാകരിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, കാരണം എന്റെ പെൺമക്കളെ ഞാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ആ മക്കളെല്ലാം അത് ഓതുന്നുണ്ട്. പെൺമക്കൾ ധാരാളം അധികരിച്ചാണ് അദ്ദേഹം. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രത്യേകം ഗൗനിച്ചതാണ് അദ്ദേഹം. മൂന്നാം ഖലീഫ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും കൊടുത്തയച്ചു. മാനവറുകൾ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്താ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ വാഖിയ എന്ന. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഓതുന്നുണ്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സ്വർണ്ണക്കീഴ് 3 പേരുടെ കയ്യിൽ നിന്നും നിരാകരിക്കുകയാണ്. 3 ഖലീഫമാരുടെ കയ്യിൽ നിന്ന്. ചരിത്രം പ്രസിദ്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു പ്രശ്നം അവരുടെ വീട്ടിലുണ്ടായില്ല, ദാരിദ്ര്യം അവർക്കില്ല. എന്താ കാരണം? ഖുർആനിൽ വിശ്വാസം ഉറച്ചു എന്ന് മാത്രമല്ല, ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തു. ഖുർആൻ കൊണ്ട് അമൽ ചെയ്തു. നമ്മളിന്ന് ഖുർആൻ ഇവിടെ കൈകൊണ്ട് തൊടുന്നു. ആർക്കൈന്ന് ഖുർആൻ ഓതാൻ നേരം? ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊടുന്നില്ലല്ലോ. ഖുർആന്റെ ആളുകളാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ മുസ്ലിം സഹോദരാകുന്ന നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖേദമെന്ന് പറയട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ഖുർആൻ കൈകൊണ്ട് തൊട്ടവർ എത്ര പേരെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈവെക്കാൻ സാധിക്കും? ഞാൻ ചോദിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെങ്ങനെ നമുക്ക് മഴ ലഭിക്കും? പിന്നെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും? ഉസ്താദ് എന്റെ പൊന്നുമൻ സാലിഹാകുന്നില്ല എന്ന് പറയുന്ന ഉപ്പയോട് ഉമ്മനും ഉസ്താദിന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിന് ചോദിക്കാനുള്ളത്, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ദീൻ കൊടുത്തിട്ടുണ്ടോ? ആ മക്കളെ നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ടോ? ഖുർആൻ ഓതുന്നില്ലല്ലോ. لا تسكنوهن في الغرفاء ولا تعلموهن الكتاب وعلموهن سورة النور وعلموهن سورة النور. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വൈക്കം മണവാട്ടി ബീവിയുടെ ഉറൂസിലേക്ക് കടന്നു വരുമ്പോ അതിനു വേണ്ടി പൊന്നുമക്കളെ ക്ഷണിക്കുമ്പോ മക്കള് പറയുകയാണ്, ഉമ്മ എനിക്ക് പരീക്ഷയാണ് ഉമ്മ, ഞാൻ പഠിക്കട്ടെ ഉമ്മ, എനിക്കൊരുപാട് എഴുതാനുണ്ട് ഉമ്മ, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതായ പെൺമക്കളില്ലയോ? മഹതികളുടെ ബറക്കത്തില്ലാതെ പൊരുത്തമില്ലാതെ അവരുടെ കുരുത്തക്കേട് കിട്ടുന്ന തരത്തിലാണ് അവർ പോകുന്നതെങ്കിൽ അല്ലാഹുവേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. വീട്ടിൽ ഒരാളുമില്ലാത്ത അവസരത്തിൽ പെൺമക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
വാട്സാപ്പും ഫേസ്ബുക്കുമായി കുട്ടികളുടെ സമയം വല്ലാതെ മോശത്തരത്തിലേക്ക് പോകുന്ന കാലഘട്ടമല്ലയോ റസൂലുള്ള പറഞ്ഞ വാക്ക് ഈ കാലഘട്ടത്തിൽ സാക്ഷിയല്ലയോ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് മൊട്ടേന്ന് വിരിയുമ്പോഴേ കുട്ടികളെ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുക അല്ലേ. 3ാം ക്ലാസ്സിൽ ജയിച്ച ഉടനെ മോനെ നിനക്ക് ടാബ് 3, 4 ജയിച്ചാണ് ടാബ് 4. എന്താ വേണ്ടത്? എന്താ വേണ്ടത്? മരിക്കാൻ കിടക്കുന്ന വാപ്പാടി വയ്ക്കുക, ടാബ് എന്ന വാപ്പ ആഹത്തായിരിക്കാവോ? ഇതാണ് കളി അവസ്ഥ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവർക്കും മൊബൈൽ ഫോൺ വേണം, അത് തന്നെ തെന്നിക്കളിക്കുന്നത് വേണം, ഏറ്റവും കൂടിയത് വേണം. ഓരോന്ന് ഇറങ്ങുന്നത് അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. S7 എഡ്ജും എല്ലാം വേണം നമുക്ക് അല്ലേ. ചെറുപ്പക്കാരായ കൊച്ചു കുട്ടികളുടെ കയ്യിലേക്ക് 8ൽ പഠിക്കുന്ന കുട്ടികളും 10ൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് എന്തിനാ ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ? ഇതൊക്കെ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കളെ അല്ലാതെ പിന്നെ ആരെയാണ് ഇത് പഴിതാരി? ഉപയോഗിക്കുന്ന മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കൾ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ. ടാബ് 3ഉം ടാബ് 4ഉം ഒക്കെ കുട്ടികളെ അതിലോട്ട് കൊടുത്തിട്ട് മക്കളെ കളിച്ച് വന്നിട്ട് എല്ലാവരുടെ മുന്നിൽ 10 ആളുകൾ കൂടുമ്പോൾ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ക്രെഡിറ്റോടുകൂടി പറയുന്നത് എന്താ? അത് എന്റെ മോന് മൊബൈലിന്റെ എല്ലാ പരിപാടിയും അറിയാം, ഭയങ്കര അറിവാണ്, നല്ല അറിവുള്ള കുട്ടിയാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഭയങ്കര വിഷയമാണ്, വലിയ അപകടമാണ്. എന്നാൽ 10 ആള് കൂടുന്ന സ്ഥലത്ത് ഉസ്താദെ എന്റെ മോള്, എന്റെ പൊന്നുമോൻ, ഇതാ ഈ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്, ഇല്ല 4ൽ പഠിക്കുന്ന എന്റെ മോളാണ്, ഉള്ള ഫാത്തിഹ ഒന്ന് കേട്ടു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നതാകുന്ന വാപ്പമാരും ഉമ്മമാരും കുറവുള്ള കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്കിയാൽ വെറുതെ പറയാൻ നമ്മുടെയൊക്കെ വീടുകൾ നടക്കുന്നതല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒറ്റയ്ക്ക് റൂമിൽ താമസിപ്പിക്കരുതേ. വീടിന് 2ാമതൊരു നിലയെടുക്കുമ്പോ മുകളിലത്തെ നിലയിലേക്ക് 8ൽ പഠിക്കുന്ന പൊന്നമോള് ഞാൻ ഒറ്റയ്ക്ക് കടന്നോളാം ഉപ്പ എന്ന് പറഞ്ഞാൽ സമ്മതിക്കരുതേ. റൂമിൽ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ ആക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്രദേശം, ഞാൻ സ്ഥലം പറയുന്നില്ല, കാസർഗോഡ് ജില്ലയിൽ തന്നെ പെട്ട ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടതാകുന്ന കുടുംബത്തിലെ പെണ്ണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി മുസ്ലിം സമുദായത്തിലെ തന്നെ മറ്റൊരു സഹോദരനുമായിട്ട് ഒളിച്ചുകൂടിയ കഥ 1 മാസം മുമ്പാണ് നമ്മുടെ ഉത്തരദേശം പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. 10ൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പ്രണയത്തിലായി. അവസാനം ഈ 2 ജോഡികളുടെയും കുടുംബാദികൾ SIക്ക് കൊടുത്ത പരാതി അനുസരിച്ചിട്ട് SI പോയിട്ട് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോ ഈ 2 കുട്ടികളും പ്രണയത്തിലായിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അഥവാ അവർ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയമാണ്. മാതാപിതാക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതെവിടുന്ന് അവർ ഉപയോഗിച്ച മൊബൈൽ ഫോണ് ഈ മാതാപിതാക്കളുടെ തന്നെ. അതാ ഏറ്റവും വലിയ രസം, അവർക്ക് മൊബൈൽ ഫോൺ മാതാപിതാക്കൾ കൊടുത്തിട്ടില്ല. നമ്മൾക്ക് പലർക്കും അവകാശപ്പെടാനുള്ളത്, ഉസ്താദെ എന്റെ മോക്ക് ഞാൻ മൊബൈൽ ഫോൺ കൊടുത്തിട്ടില്ല, എന്റെ മോന് ഞാൻ മൊബൈൽ ഫോൺ പരിചയപ്പെടുത്തിയിട്ടില്ല, അവർക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കർക്കശമായി വിലക്കി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് സമാധാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നടന്ന കഥയാണ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നടന്ന പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ. 10ൽ പഠിക്കുന്ന കുട്ടി SI പറഞ്ഞു ഇവര് പ്രണയത്തിലായിട്ട് 3 കൊല്ലമായി. എന്നിട്ട് അവർ പറഞ്ഞു ഇവര് മാത്രമല്ല, ഏകദേശം ഈ ടീനേജിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഈ ഒരു കോലത്തിലാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഫോൺ കൊടുക്കണ്ട, അവരറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്ത് പുതപ്പിനടിയിൽ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ കാമുകനെ ഫോൺ വിളിച്ചുകൊണ്ട് സായുജ്യമണിയുന്നതാകുന്ന സഹോദര സഹോദരിമാരാണ് നമ്മുടെ മക്കളിൽ അധിക പേരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മക്കൾക്ക് 65 കൊടുത്ത് അപ്പൊ ഒന്ന് എന്താ മോനെ കഴിക്കാൻ വേണ്ടത്, എനിക്ക് 65, ഓക്കെ അത് നമ്മൾ വാങ്ങിച്ചു തരാം. ഹുബ്ബൂസ് വേണം, ആ കൊടുക്ക്. പന പോലെ മക്കളെ വളർത്തുന്നതിലല്ല കാര്യം, മക്കൾക്ക് ദീൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് ഒരു പ്രയോജനമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് മാത്രമായി നൽകരുതേ, ഭൗതികം മാത്രമായി പെൺമക്കൾക്ക് കൊടുക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലേക്ക് മദ്രസയിലെത്തുമ്പോൾ തന്നെ ഉസ്താദിന്റെ മുഖത്തടിച്ചുകൊണ്ട് പറയുകയാ, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പ്രായപൂർത്തിയെത്തി ഉസ്താദേ, ഇനി ഞാൻ അവളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നില്ല. പക്ഷേ അതേ മാതാപിതാക്കൾ തന്നെ 5ാം ക്ലാസ് കഴിഞ്ഞതാകുന്ന പൊന്നുമോള് മദ്രസയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന പൊന്നുമോള് +2 ബികോമും വിട്ട് MBBS-നും BDS നഴ്സിംഗിനും അവിടെ പലതരത്തിലുള്ള കോഴ്സിനും വിടാൻ ഒരു പ്രായപൂർത്തിയും പ്രശ്നമല്ല. ദീൻ നമ്മുടെ മക്കൾക്ക് നൽകാതിരിക്കുന്നത് വലിയ അപകടമാണ്. വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ഖുർആൻ പഠിപ്പിക്കണേ, അതിൽ നിന്ന് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിപ്പിക്കണേ, അതിൽ നിന്ന് പെൺമക്കൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ ഹബീബ് റസൂലുള്ളാഹി. എല്ലാ സൂറത്തും പഠിപ്പിക്കണം, പ്രത്യേകിച്ച് അല്ലാഹു തൗഫീഖ് തരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഖുർആൻ ഇങ്ങനെ ഖത്മ് തീർക്കും, ഇന്ന് പകുതി എത്തുമ്പോഴേ നിർത്തിയിട്ട് പോവാൻ മദ്രസ വിദ്യാഭ്യാസം മതിയാക്കാൻ. ആർക്ക് പോയി? ഇവിടെ ഉസ്താദുമാർക്കല്ലേ നഷ്ടപ്പെട്ടു. സാധുമാർക്കാണ് നഷ്ടപ്പെടുന്നത്, അവർക്കല്ലല്ലോ. അവർക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. ഈ സമുദായത്തിന്റെ അവസ്ഥ ഈ നിലയ്ക്കായല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അറിവ് പഠിക്കാൻ നമ്മുടെ സമയത്ത് നമ്മൾ വിലക്കെടുക്കുന്നില്ല. ഇൽമു പഠിക്കണ്ടേ, അറിവ് കിട്ടുന്ന സദസ്സുകൾ നമ്മൾ മുഖരിതമാക്കട്ടെ. കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ, ഉള്ള സദസ്സ് ഉപയോഗപ്പെടുത്തണ്ടേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാന്യനായ നിങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ബഹുമാന്യനായ സയ്യിദ് അവറുകൾ വന്ന് ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ട്. അതിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങൾ സദസ്സും കൊണ്ട് കയറി സയ്യിദന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ സദസ്സ് ഭംഗിയാക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇവിടെ കസേര ഒഴിവിട്ട് വാളണ്ടിയേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചില ആളുകൾ കസേര ഇല്ലാതെ കരുതി മാറി നിൽക്കും. ഒഴിവുള്ള കസേര കയറിയിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സദസ്സിന്റെ അവസാനം ദുആയോട് വേണേ നമ്മൾ പിരിയാൻ. അത് സയ്യിദന്മാരൊക്കെ ദുആ കിട്ടുക എന്ന് പറഞ്ഞ വലിയ ബർക്കത്താണ്. ഇന്നിപ്പോ 2 സയ്യിദന്മാരാണ്. നമുക്ക് ആദ്യവും കിട്ടി, അവസാനം കിട്ടി. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണം എന്തായാലും ഉണ്ടാകും. ആ മരണത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ മലക്കവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് ആദ്യത്തെ ചോദ്യം ശരീരത്തെ കുറിച്ച് ചോദിക്കുമ്പോ മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ നാവിനെന്ത് പറ്റിയടാ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ്. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുകയാണ്. അവനോട് മലക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാ, ഐന ലിസാനുകൽ ഫസീഹ്. ദുനിയാവിൽ നീ ഒരുപാട് പ്രസംഗിച്ചവനല്ലയോ, ഒരുപാട് വാഴ് പറഞ്ഞവനല്ലയോ, ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞവനല്ലയോ, ജനങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞവനല്ലയോ, സമസ്തയുടെ ഉലമാക്കളെക്കുറിച്ച് ആവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തിയവനല്ലയോ, നെറ്റിലൂടെ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾക്ക് നിന്റെ സമയത്തെ നീ ആക്കം കൂട്ടിയവനല്ലയോ, ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ പലതരത്തിലുള്ള കമന്റുകൾ നിന്റെ നാവ് കൊണ്ട് പറയുകയും നിന്റെ കൈ കൊണ്ട് നീ രേഖപ്പെടുത്തുകയും
റസൂൽ ചെയ്തില്ലയോ? ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാചാതുര്യമുള്ളതാകുന്ന വായ എവിടെ പോയി? നിന്റെ നാവെന്തേ അനക്കാൻ പറ്റാത്തത്? വമാ അസ്കതഹുൽ, നിന്റെ നാവിനെ എന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? നിന്റെ നാവിനെന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഫനായും ഫസാദൊക്കെ പറഞ്ഞ നാവല്ലേ, എന്ത് പറ്റിയടാ നിന്റെ നാവിന്? ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മണിക്കൂറോളം വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നവനല്ലേ. ഇന്ന് എന്താ നിനക്ക് നാവ് ചലിപ്പിക്കാൻ പറ്റാത്തത്? ഇന്ന് നിനക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ, എന്ത് പറ്റിയടാ എന്ന് നിന്നോട് മലക്ക് ചോദിക്കും. ആര് പറയുന്നു? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കലിമ ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. കലിമ ചൊല്ലാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം കൃത്യമാക്കിയാൽ മതി. എന്ത്? 5 വഖത്ത് നമസ്കാരം കൃത്യമാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നനായ ഒരു സഹാബിയുടെ സവിധത്തിൽ റസൂലുള്ളാഹി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്ന സമയത്ത് നസല ഖാബിലുൽ അർവാഹ് അലക അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹാബിയുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. ആത്മാവിനെ പിടിക്കാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, യാ അസ്റായീൽ ഉർഫഖ് ബി സാഹിബി, എന്റെ കൂട്ടുകാരനോട് മയം ചെയ്യണേ, എന്റെ കൂട്ടുകാരനോട് മയം ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ് ഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ കൃപയുള്ളവനാണ്, കൃപയുള്ളവനാ. മാന്യതയോട് കൂടിയല്ലാതെ അവരുടെ ആത്മാവിനെ ഞാൻ പിടിക്കൂല നബിയേ. മുഅ്മിനീങ്ങളൊക്കെ എനിക്കറിയാം. കാരണം എന്താ? ഞാൻ അവരോട് മുഅ്മിനാണെന്നുള്ള വ്യക്തികൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമസ്കാരം കൊണ്ട്. എന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാം പറയാണ്, വഇന്നി അതസഫഹും കുല്ല യൗമിൻ 5 മറ, എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരെ പള്ളിയിലേക്ക് വരുമ്പോ നമസ്കരിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ടെന്ന് അസ്റായീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി വഇന്നി അതസഫഹും കുല്ല യൗമിൻ 5 മറ. പൈക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഇശാ നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോ പള്ളിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് നിന്നെ കൈക്ക് പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. നീ അറിയാതെ തന്നെ അസ്റായീൽ എന്ന നബിയുനാ റസൂലുള്ളാഹി 5 വഖത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന മനുഷ്യനാണ് ഈ കിടക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട് നബിയേ, ഇദ്ദേഹം മുഅ്മിനാണ് നബിയേ. വഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്, എല്ലാ നമസ്കാരവും 5 വഖത്ത് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന മുസാഫഹത്ത് ഏറ്റുവാങ്ങിയ ആളുകളോട് ഞാൻ വളരെ മാന്യതയോട് കൂടിയല്ലാതെ അവരുടെ റൂഹിനെ പിടിച്ചിട്ടില്ല നബിയേ, പിടിക്കുകയില്ല നബിയേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്. എന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് വീണ്ടും പറയുകയാണ്, അവർക്ക് ഞാൻ കലിമ ചൊല്ലി കൊടുക്കും നബിയേ, തൗഹീദിന്റെ കലിമ ചൊല്ലി കൊടുക്കും നബിയേ. അഥവാ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ സമിതത്തിൽ നമസ്കാരം കൃത്യമാക്കിയ പ്രിയപ്പെട്ട ഉമ്മ, പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് വിശ്രമിക്കുമ്പോഴും ഒതുകൊടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അല്ലാഹുവേ അല്ലാഹ് എന്റെ ഭർത്താവിന്റെ മക്കൾക്ക് എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യക്ക് അറിയുമോ അവൾ മരിക്കാൻ
കിടക്കുന്ന സമയത്ത് അവരുടെ ചാരത്ത് വന്നുകൊണ്ട് അസ്രായീൽ പറയുമത്രേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ നീ ചൊല്ലണേ എന്ന് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ ഫനായും ഫസാദും പറഞ്ഞാണ് നീ നടന്നതെങ്കിൽ നിനക്ക് നാശമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഔസിനി യാ റസൂലുള്ളാഹ്, നബിയെ എനിക്കൊന്ന് ഉപദേശം തരണം, എനിക്കൊന്ന് വഅദ് പറഞ്ഞു തരണം, എന്നെ ഒന്ന് ഉപദേശിക്കണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിദൻ ലിസാനഹു ബിയസാരിഹി, നബി തങ്ങൾ തന്റെ ഇടത് കൈ കൊണ്ട് നാവ് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കുഫ അൻക ഹാദാ, നാവിങ്ങനെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഫ അൻക ഹാദാ, ഈ നാവ് നീ സൂക്ഷിക്കണേ. സദഖ റസൂലുള്ളാഹി. ഭയങ്കര വർത്താനാണ്. നാവ് സൂക്ഷിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ആവശ്യമില്ലാത്തടുത്ത അസ്ഥാനത്തൊക്കെ നമ്മൾ കോമഡിയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഒരാവശ്യമില്ലാത്ത സദസ്സിലൊക്കെ നമ്മൾ കയറി വർത്താനം പറയും. മാതാപിതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് മക്കളാകും നമ്മൾ കയറി വർത്താനം പറയും. സമൂഹത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി നമ്മൾ കയറി വർത്താനം പറയും. ഇങ്ങനെ വർത്തമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അമലിൽ പോരായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. ഉപദേശിക്കണമെന്നൊരു മനുഷ്യൻ കൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? നാവിനെ സൂക്ഷിക്കണേ ഹബീബ് റസൂലുള്ളാഹി. മൻ അളമലി മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അളമല്ലഹുൽ ജന്നah. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരെങ്കിലും അവന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും അവന്റെ രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം കൊണ്ടും ലൈംഗിക അവയവം കൊണ്ടും എന്നോട് സൂക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ അള്ളമല്ലഹുൽ ജന്നah, അവന് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ നാവിനെ ആരെങ്കിലും സൂക്ഷിക്കാമെന്ന് റസൂലുള്ളാഹിയോട് ജാമ്യം നിന്നാൽ അവന്റെ ജനനേന്ദ്രിയമാകുന്ന ലൈംഗിക അവയവം സൂക്ഷിക്കാമെന്ന് ഏതൊരു സഹോദരനോ സഹോദരിയോ എന്നോട് ജാമ്യം നിന്നൽ ജന്നah, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവന് ആ സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ. ഭയങ്കര വാക്ക്. കാരണം മനുഷ്യന്റെ രണ്ട് കാര്യത്തിലേക്കാണ് തെറ്റുകളിലേക്ക് വഴുതി വീഴുക. ഒന്ന് നാവ് മുഖേനയും മറ്റൊന്ന് അവന്റെ ലൈംഗിക അവയവം. ഈ രണ്ട് അവയവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷയത്തിലേക്കാണ് മനുഷ്യൻ എല്ലാത്തും ഇറങ്ങിത്തിരിക്കുക. വൈകാരികമാകുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് അവന്റെ നാവിലൂടെ അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിലൂടെ. ഇത് രണ്ടും കടിഞ്ഞാണിട്ടാൽ രക്ഷപ്പെട്ടു നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖൗമിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു അത്രേ, തഖല്ലലൂ ഒന്ന് പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബികളോട് പറഞ്ഞപ്പോ ഫഖാലൂ, ആ സഹാബത്തുടനെ റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നബിയേ. ഒന്നും കഴിക്കാതെ ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത്? ഞങ്ങൾക്കറിയൂല നബിയേ, പറഞ്ഞു തരണേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സഹാബത്ത് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നീല അറാ ലഹമ ഫുലാൻ ബൈന ഫനായാ,
ഇന്നാലിന്റെ മനുഷ്യരെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞു നടന്നില്ലയോ? അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാനിതാ കാണുന്നുണ്ട് സാബ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാ പറഞ്ഞത് എന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉലമാക്കളെ കുറിച്ച് ചീത്ത പറയരുത്, ആലിമീങ്ങളെ കുറിച്ച് മോശത്തരം പറയരുത്. പാവപ്പെട്ട സജ്ജനങ്ങളാകുന്ന സഹോദരങ്ങളെ കുറിച്ചും പാവപ്പെട്ട സഹോദരിമാരെ കുറിച്ചും നമ്മളൊരനാവശ്യവും പറയാ പോകരുത്. അവരെ സൂക്ഷിക്കണേ, അവരെ സൂക്ഷിക്കണേ. ഹബീബായ നബി തങ്ങളുടെ സാബത്തിനോട് പറയുകയാ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, കാര്യം ശരി തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ. ഇന്നില അറാ ലഹമ ഫുലാനി ബൈന ഫനായാകും. നിങ്ങളുടെ പല്ലിനിടയിൽ ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം ഞാൻ കാണുന്നുണ്ട് സാബ. അതുകൊണ്ട് തഖല്ലലൂ തഖല്ലലൂ, ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു സഹാബി വര്യൻ മരിച്ചു കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടേക്ക് ജനാസ സന്ദർശിക്കാൻ ചെല്ലുകയാണ്. റസൂലുള്ളാഹിയോട് ഉടനെ മറ്റൊരു സഹാബി വര്യൻ പറയുകയാ, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. ഈ മരിച്ചു കിടക്കുന്ന സഹാബിയെ കുറിച്ച് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ, അദ്ദേഹം സ്വർഗ്ഗവാസിയാണെന്ന് പറയണേ നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്നക ലാ തദ്രീ ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. നിനക്കറിയൂല സാബി വരിയോ, നിനക്കറിയൂല പൊന്നുമോനെ, ഈ കിടക്കുന്ന മനുഷ്യൻ ദുനിയാവിൽ ആരെ കുറിച്ച് മോശത്തരം പറഞ്ഞു വന്ന്, എത്ര ആളുകളെ കുറിച്ച് ഫനാഫസാദ് പറഞ്ഞു വന്ന് നിനക്കറിയൂല കേട്ടോ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നല്ലവനാണോ, അദ്ദേഹം സ്വർഗ്ഗവാസിയാണോ, മോശപ്പെട്ടവനാണോ എന്ന് പറയാൻ ഞാനില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് നാവ്, അതാണ് നാവ്. ആ നാവിനോടാണ്, ആ നാവും അനക്കാൻ പറ്റാതെ കിടക്കുന്ന മരണാസന്നനായ മനുഷ്യനോടാണ് ചോദിക്കുന്നത്, ഐന ലിസാനുകൽ ഫസീ. മരിക്കാൻ കിടക്കുന്ന വ്യക്തികളുടെ അടുക്കൽ 5 മലക്കുകൾ കടന്നു വരുമത്രേ. അതിലൊന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാ, ഐന ലിസാനുകൽ ഫസീ, നിന്റെ നാവ് എന്ത് പറ്റിയടാ? വമാ അസ്കതഹുൽ യൗം, ആ നാവിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണെന്ന് മലക്ക് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ സാധിക്കൂല.